ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നല്ല അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുതിർത്തിട്ട് എടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അളവൊന്നുമില്ല കേട്ടോ. 2 സ്ലൈസ് ബ്രെഡിന് മുകളിലായിട്ട് പോലെ കുറേശ്ശായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കുതിർന്ന് കിട്ടിയാൽ മതിയേ. 2 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിലോട്ട് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ ഒരു 3 മുട്ടയാണ് പുഴുങ്ങി എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ ഞാൻ 3 മുട്ട മുഴുവനായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ടൊന്ന് ഇട്ടിട്ട് എടുക്കുക. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, കുതിരാനായിട്ട് മാറ്റി വെച്ചാൽ അതൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ടിട്ട് എടുക്കുക. കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്ത ശേഷം വെള്ളം ഒന്ന് മാറ്റി കൊടുത്ത ശേഷം ഇതിലോട്ടൊന്ന് ഇട്ടിട്ട് എടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ബ്രെഡും മുട്ടയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി അതിൻ്റെ ചേർത്തെടുക്കാനുള്ളത് ഞാനിവിടെ ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിലോട്ടൊന്ന് ചേർത്തിട്ട് എടുക്കുക. ഇനി നമുക്കിലോട്ട് വേണ്ടാണ് ഞാനിവിടെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് എടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഒന്ന് ചേർത്തിട്ട് എടുക്കുക. ഇങ്ങോട്ട് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് എടുക്കുക. ശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തടുത്തൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് കയ്യിലൊന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത ശേഷം അതിന് കുറേശ്ശായിട്ടൊരു ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കൂലേ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് എടുക്കുക. ഞാനിവിടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലുണ്ടെന്ന് ചെയ്തിട്ടെടുക്കുന്നത് ഏത് രീതിയിൽ വേണം ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊന്ന് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്താൽ ഇത് ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഓൾറെഡി നനവുള്ളതുകൊണ്ട് നമ്മൾ മൈദയിലോ മുട്ടയിലോ ഒന്നും ഡിപ്പ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് നേരിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അഥവാ നമ്മൾ മാവൊന്ന് ലൂസായിട്ട് തോന്നുന്ന അതിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. കണ്ട ഈ രീതിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ചെയ്തിട്ട് എടുക്കുക. ബാക്കിയെല്ലാം ഇതേപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇനി തിരിച്ച് മറിച്ചിട്ടെടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. പെട്ടെന്ന് റെഡിയാക്കി കിട്ടുക. മീഡിയം ടു ലോ ഫ്ലെയിമിട്ട് വേണ്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടെടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് ബ്രൗൺ കളർ ആയി തുടങ്ങും. ആ സമയത്ത് നമുക്ക് ചട്ടിയിൽ നിന്ന് കോരിയിട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ മുട്ട വെച്ചിട്ടുള്ള ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.